തൃശൂരിലെ കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാനുള്ള ദൗത്യം അവസാനിപ്പിച്ച് വനം വകുപ്പ്. ദൗത്യത്തിനായി കൊണ്ടുവന്ന വിക്രം ഭാരത് എന്നീ കുങ്കിയാനകളെ മടക്കിക്കൊണ്ടുപോവുകയും ചെയ്തു. ഒറ്റയാനെ കാട് കയറ്റുകയോ പിടികൂടുകയോ ചെയ്യുക ലക്ഷ്യമിട്ടായിരുന്നു കുങ്കികളെ എത്തിച്ചത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, വിശദാംശങ്ങൾ. മുൻപാണ് ഈ കുതിരാനിലെ ഈ ആനയുടെ ശല്യം, കാട്ടാനയുടെ ശല്യം തടയുന്നതിന് വേണ്ടി, അതായത് അവിടെ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഒറ്റയാന്റെ വലിയ വിഹാരമായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി ഫോറസ്റ്റ് വാച്ചറെ അടക്കം ആക്രമിക്കുന്ന, ഫോറസ്റ്റ് വാഹനങ്ങളടക്കം ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിനെ തുടർന്ന് വനമന്ത്രി അടക്കം വന്ന് സന്ദർശനം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് വയനാട്ടിൽ നിന്നും 2 കുങ്കിയാനകളെ എത്തിച്ച് ഈ ഒറ്റയാനെ കാട് കയറ്റുന്ന നടപടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. എന്തായാലും ആ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എത്തിച്ചിട്ടുള്ള വിക്രം ഭാരത് എന്നീ 2 കുങ്കിയാനകളെ അല്പസമയം മുമ്പ് ഈ കുതിരാനിൽ നിന്നും വയനാട്ടിലേക്ക് വനം വകുപ്പ് മാറ്റിയിരിക്കുകയാണ്. അതായത് കുങ്കിയാനകൾ വന്നതിന് ശേഷം ഈ ഒറ്റയാൻ കാട് വിട്ട് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നില്ല എന്നാണ് വനം വകുപ്പിന്റെ ഈ തിരിച്ചു കൊണ്ടുപോകുന്ന നടപടിയെ തുടർന്നുണ്ടായ ഒരു വിശദീകരണമായിട്ട് അവർ നൽകുന്നത്. അതായത് കുങ്കിയാനകൾ വന്നതിന് ശേഷം, കുങ്കിയാനകളുടെ സാന്നിധ്യം ഉണ്ടായതിനു ശേഷം ഈ ഒറ്റയാൻ കാട് വിടുന്നില്ല, അല്ലെ കാട്ട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ ഒറ്റയാൻ എവിടെയാണെന്ന് ഇതിനിടയ്ക്ക് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, കണ്ടെത്താൻ വേണ്ടി ഈ വനം വകുപ്പിന് സാധിച്ചില്ലെന്നും അവർ ഈ കൊണ്ടുപോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിനെ മടക്കി കൊണ്ടുപോകുന്ന മടക്കയാത്രയ്ക്ക് വിശദീകരണമായിട്ട് നൽകുന്ന വിവരത്തിലുണ്ട്. അനിൽ, തൃശൂരിലെ കുതിരാനിൽ ഒറ്റയാനെ പിടികൂടാനുള്ള ദൗത്യം വനം വകുപ്പ് അവസാനിപ്പിച്ചു. ദൗത്യത്തിനായി കൊണ്ടുവന്ന വിക്രം ഭാരത് എന്നീ കുങ്കിയാനകളെ മടക്കിക്കൊണ്ടുപോവുകയും ചെയ്തു. ഒറ്റയാനെ കാട് കയറ്റുകയോ പിടികൂടുകയോ ചെയ്യുക ലക്ഷ്യമിട്ടായിരുന്നു കുങ്കികളെ എത്തിച്ചത്. പക്ഷേ വനം വകുപ്പ് ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സാനു കെ സജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.